ഒരു മന്ദരി ഇപ്പൊ കേക്കാവോടാ? റേഡിയോയിലില്ല, അല്ലാണ്ട് കേക്കാവോ? നീ എവിടെയാ മന്ദാരം? നിന്റെ പേരെന്തായിരുന്നു മോനെ? അറിഞ്ഞാടാ കൊട്ടാണ്ടി കൊട്ടാണ്ടിയായിരുന്ന. ഇത് TVC കൊട്ടാൻ അണ്ണൻ ഒടക്കുന്നു നാക്കടക്കുന്നു. ഇങ്ങനെ ഉടക്കാൻ പാടുണ്ടോ? കൊള്ളാലോ. നീലകണ്ഠം ബ്രോ 2 തവണ ബ്രോയ്ക്ക് ഉടക്കിയല്ലേ? എനിക്ക് ഒരു തവണ ഉടക്കിയുള്ളൂ. നിനക്ക് എന്തിന് മൾട്ടിപ്പിൾ ഉടക്കാം? 2 അല്ല 1. അതെ 1 കൺഫേം. എനിക്കറിഞ്ഞൂടെ ഞാൻ എത്ര ഉടക്കി. ഒരു വട്ടം ഉടക്കിയിട്ടുള്ളോ? ഒന്നാണ് നമുക്ക് കറക്റ്റാണ്. നമ്മളെ എണ്ണൊക്കെ കറക്റ്റാണ്. അയ്യോ ആ കൊച്ചിന് പാൻറ് ഇല്ല. ഈ പാനുണ്ട് തോന്നാത്താണ്. നോക്കി നടന്നു. എത്ര വട്ടം വൈകിയാലും ഇവർക്ക് ഒരു കുഴപ്പമില്ലേ? ഉള്ളില് ഇവനെ കിക്കിയ സമയം ഇത് എവിടെ നടക്കണ കാര്യമാണ്? ഇത് പെട്ടെന്ന് പറയുമ്പോ പറയണ ഇത് ഇതെന്താണോ? ഇത് മറ്റേ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുന്ന മാതിരിയല്ലേ പറഞ്ഞേ? ഗാർബേജ് ഇറക്കാൻ ഇപ്പൊ നമ്മുടെ അടിയിട്ട് ഭ്രാന്തായി ഉമ്മർക്ക്. ഹലോ, പേരെന്താ ബ്രോ? എന്റെ പേര് ഐജൽ നീലകൊണ്ട. നൈസ് ബ്രോ. ഭ്രാന്തായി എങ്ങനെ പറ്റും? അടിയൊക്കെ കൊണ്ട് എങ്ങനെ പറ്റിയവർക്ക്? വരുന്നു ഭ്രാന്തായി പറ. ഗാർബേജ് എല്ലാം കേട്ടോ. മുതുക്കോട്ട് വല്ലാടത്ത് ചോദിക്കാം. ഒരു കൂട്ടം പൊട്ടന്മാര് ദേ പോകുന്ന. എന്ത് വേണം എടുക്കും. അത് നാളെ കാണാം. വിളിച്ചാൽ ഒരു വേസ്റ്റ് വിമുക്ത സിറ്റി എന്നാണ് നമ്മുടെ ചൂണ്ടിക്കാണിക്കണോ 2 കാർപ്പേജാണോ? സംഭാവന സ്വീകരിക്കുന്നതാണ്. അലപ്പ് വേണ്ട പയ്യ ഞാൻ സൗണ്ട് ബോർഡ് റെഡിയാക്കി വെച്ചേക്കാ. അലിയ മുതുക്കൊന്ന് വന്നാണ്. ഞാന് സൗണ്ട് ബോർഡ് ുമാർക്ക് എന്ത് പറ്റിയാണ്? അലിയ ബാബ എല്ലാം കേക്കായിരുന്നു. നോക്കിട്ട് നമ്മള് വാരലുണ്ട് കേട്ടോ. ഗാർബേജ് മാത്രല്ല കേട്ടോ.
സിറ്റി മൊത്തം കൊറേ ഗാർബേജ് വെറുതെ നടക്കുന്നത് അതൊക്കെ പറക്കി നമ്മള് സിറ്റ് നല്ല ഒരു വേസ്റ്റ് വിമുക്ത സിറ്റി അതാണ്. അതിനു വേണ്ടിട്ട് നമ്മൾ തീട്ടമ്പേര് കോളനിയാണ് തീട്ടമ്പേര് കോളനി കറക്റ്റ് കൊടുക്കണം. അതുണ്ട് ഇതില് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് ചത്തിടുന്നത്? ഇതാരാണ് ഇടികൊണ്ട് വരിച്ചത്? പറന്നോയ സൗണ്ട് ബോർഡ് ഓൺ ആക്കാൻ ടൈം ആയി. ഒരു മിനിറ്റ്. നമ്മളെ ബിസിനസ് ചെയ്തോണ്ടിരിക്കുവല്ലേ ബ്രോ. മാറി നിൽക്കുക. കൊമ്പൻ ഊമ്പ് കളിയാ കൊമ്പൻ ഊമ്പ് കൊമ്പൻ കൊത്ത മാത്രല്ല ഊമ്പ് നീട്ടി ഊമ്പ് കൊമ്പൻ അളിയാ 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 മന്ദരം അളിയ 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 ഞാനൊരു കാര്യം പറയാം. കൊമ്പൻ ഇല്ല ഊമ്പും കൊമ്പ ഊമ്പ് വായിൽ നീട്ടി ഊമ്പ് കൊമ്പൻ ചില നേരത്ത് ബ്രെയിൻഡാണ് കേട്ടോ. ചില നേരത്ത് We will rise again. We will rise again. We will rise again. നമ്മൾ ബിസിനസ് ആയിട്ട് പോട്ടെ. ബ്രോ നമ്മളെ നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞോ ഒരാൾ സംസാരിക്കോ മനസ്സിലാവില്ല. പിള്ളേരൊക്കെ ചിന്തായിരിക്കോ ഈ സ്കൂൾ ജോലിയെ സമ്മതിക്കില്ലേ? പിള്ളേര് മാറ്. ഹലോ പിള്ളേരൊക്കെ പെട്ടെന്ന് മാറ്. ഒരു വട്ടെങ്കിലും അടിക്കാൻ പറയണോ?
ഇവര് സംസാരിക്കട്ടെ ബ്രോ. ഇത് ഗാർബേജ് ഉള്ള ഏരിയ ആണ് ബ്രോ. നമ്മൾ ഗാർബേജ് കൊണ്ടുവരുന്ന സ്ഥലമാണ്. പട്ടികളെ പുറകെ വരണല്ലോ മനസ്സിലായാ. കൊമ്പ കുനിയ മാത്രല്ല, കൊമ്പ നല്ലൊരു എന്റെ വീട്ടിലുണ്ട് രാജ. എന്റെ വീട്ടിലുണ്ട് രാജ. എന്റെ വീട്ടിലുണ്ട് ഗാർബേജ് വറക്കുന്നത് ഇത്ര ഇല്ലല്ലോ. ഒന്ന് വാടാ, ഒന്ന് വാടാ, ഒന്ന് വാടാ, ഒന്ന് വാടാ, ഒന്ന് വാടാ, ഒന്ന് ഗാർബേജിന്റെ അഞ്ചാം കാലാണോ ഗാർബേജ്? നിനക്ക് തോന്നിട്ട് പോയല്ലേ അഞ്ചാം കാലം കാണാൻ പോയതല്ലേ? ഗാർബേജ് പറക്കിന്റെ പ്രശ്നമാണ് ജയിക്കണോ? ഗാർബേജ് ഇറങ്ങണേ റോക്സ് അഞ്ചാക്കാലി വെട്ടി എറിഞ്ഞിട്ടുണ്ട്. എന്ത് രാശ്വാസം. പിന്നെ നമ്മൾ ഇത്ര അടിച്ചാൽ നമുക്ക് എന്ത് ഗുണമായിരിക്കും? അത് ആലോചിച്ചാൽ എടുത്ത് കകഴിക്കാൻ എങ്ങോട്ടാ വരുന്നെന്ന് പറഞ്ഞേ. ഒരു വൈറ്റ് റോങ്കോയും ഒരു പച്ച മറ്റേ അളിയാ ഇനിയില്ല, ഇനി ഡെയിലി അവരാതെ ഇനി ഡെയിലി മുതുക്കിലോട്ട് പോട്ടെ. അയ്യോ ഇച്ചായ, അയ്യോ ഇച്ചായ, അയ്യോ ഇച്ചായേ, അയ്യോ ഇച്ചായ, അയ്യോ ഇച്ചായ, അയ്യോ പോവല്ലടാ, കംബാക്ക് അടിക്കാനുള്ള. കമ്പാക്കാണോ? കംബാക്കാ ഞാൻ അടിക്കണം അടിക്കണം പറ്റി അവൻ ഈ സാധനം വെച്ചടിക്കണം. അതേ
നരനായി 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 ഇതിനെക്കാട്ടി അഞ്ചെങ്കിലും പോയി ഊമ്പ് നടന്നില്ല. കൊമ്പാച്ചൻ എന്ന് ഊമ്പി തരുന്നില്ല ഇതിനൊക്കെ. അതുകൊണ്ട് പോയാ പോരെ. നമ്മളെ ഊമ്പാൻ വരുന്നു ഇനിയേ. ആവുമ്പോ പറയാം കേട്ടറാ കേട്ടാ കേട്ടറാ. നമ്മള് ഊമ്പാൻ വരണം കേട്ടാ. കൊലാടി മോനെ കേട്ടറാ. ആരുടെ പൊത്തിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരണേ, മനസ്സിലായോ? ആ പൊത്തിലോട്ട് തിരിച്ചു പോയി വിളിച്ചോ. വെള്ളത്തിലോടണം നരം പൂണല്ലേ നരനും പോയി വണ്ടി എടുത്തോട്ടെ, വണ്ടി എടുത്തു വാ. നീ ആരാടാ നരനാടാ വെള്ളത്തിൽ കൊടന്ന് മറ്റേ രക്ഷപ്പെടാൻ വേണ്ടിട്ട്? ഞാനെന്തായാലും 3 ദിവസം ഇല്ല. ബാംഗ്ലൂര് ട്രിപ്പ് പോവാ. അതൊക്കെ ഇവിടെ തീർക്കാനുള്ള. ഹലോ ബ്രോ, ഒരു മിനിറ്റ്. ബ്രോ അവന്മാരായിട്ട് എന്തായിരുന്നു പരിപാടി? ബ്രോന്റെ നിന്റെ ആരും കുഴപ്പമില്ല. നീ തോളിക്കറ്. നീ കാരടി ലിഫ്റ്റ് പിടി തോളിക്കറ്. അല്ല ഒരു മിനിറ്റ്. മലന്ന് പോയൊരു ഡെഡ് ബോഡി ഇട്ടിട്ട് എല്ലാരും പറഞ്ഞു കളിയാ. ബ്രോ ഗ്യാങ് ആണോ? ബ്രോ ഗ്യാങ് ആണല്ലോ. ഗ്യാങ് ആണോ? ഗ്യാങ് ആണോ? നിന്നെ പോലെ മുട്ടകളൊക്കെ ആര് ഗ്യാങ് എടുക്കുന്നത്? മലന്ന് ചേട്ടനൊക്കെ ആര് ഗ്യാങ്ങിലെടുക്കാൻ? അല്ലെങ്കിൽ ഒരു നല്ല ഗ്യാങ്ങില്. പിന്നെ അതെ അയ്യോ എന്റെ കൂട്ടുകാരുണ്ട് ബ്രോ. പേര് കുക്കർ റോക്കി. എന്റെ ഒരു ഡെയിലി കമ്പൊക്കെ അടിക്കുന്ന ഒരാളാണ്. വെരി പേഴ്സണൽ കേട്ടോ. നാണോ ഇല്ലാത്ത വന്ന് പുഴിക്കാൻ വേണ്ടി കുക്കർ റോക്കി അവനല്ലേ പറയാ. കുക്കർ റോക്കി എന്നാ പറയുന്നത്. ബ്രോനല്ലേ പറയുന്നത്. ബ്രോ എന്റെ പേര് ഊക്കർ. നമ്മൾ കുക്കർ റോക്കി എന്ത് സിമിലർ പേര്. ബ്രോയും കമ്പൊക്കെ അടിക്കും അവനോട്ട്. എന്താ അവനോട്ട് കമ്പൊക്കെ അടിക്കും ഇടക്കിടക്ക്. ഇല്ല ഞാൻ ഇപ്പൊ അടിച്ചോളൂ. ഇപ്പൊ ഒരു 1.5 മണിക്കൂറായി കാണും. എന്തൊരു അവസ്ഥ ഇത്. ഇവിടെ ഇപ്പോഴത്തെ ഒരു ആനയെ വെക്കണം. പണ്ട് നമ്മളിവിടെ ഒരു ആനക്കളിയൊക്കെ കളിക്കുമായിരുന്നു. പുറക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. പുറക്ക് അറിഞ്ഞു ആനക്കളിയാ? അതെ നമ്മ കൊമ്പന്റെ പുറത്തിരുന്ന് പോകും. ഇവിടുന്ന് ഇങ്ങനെ നല്ല രസാ. ഹലോ അവന്മാർക്ക് കൊണ്ടുപോട്ടാ. ഇപ്പോഴും അവന്മാർക്ക് കൊണ്ടുപോകാന്ന് പറ്റുമെന്ന്. എന്തിനല്ലേ അമ്മ എടുത്തിട്ട് വന്നേ? നടക്കട്ടെ. അല്ല ബ്രോ സിറ്റുവേഷൻ എന്ന് പറയാമോ? എന്നെ ഇപ്പൊ എന്തിനാ എടുത്തത്? വണ്ടി കൊണ്ട് ഇടിക്കുമ്പോ എന്തിനാ ബ്രോ ഈ മുതുക്കിലോട്ടൊക്കെ ഞാനൊന്നും ഇടിച്ചിട്ടില്ല. ഞാൻ ആരും ഇടിച്ചത് അല്ല. ഞാൻ മനസ്സിലായില്ല. ഞാൻ ആരും ഇടിച്ചില്ല. വണ്ടിക്കകത്തുനിന്ന് ഒരു അമ്പി എന്ന് പറയുന്ന കേട്ടോ. അതില് ബ്രോ ആണോ ഒരു അമ്പി? എനിക്കൊരു ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആണോ? ലാസ്റ്റത്തെ ഒരു മിനിറ്റ്. ആ ലാസ്റ്റത്തെ ചിരി നൈസ് ആയിരുന്നു കേട്ടോ. കിടിലായിരുന്നു. ഏത് ചിരി ബ്രോ? സൂപ്പർ ചിരി. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഇപ്പോഴും I got my charm. We will rise again. ഇവനെ കണ്ട അയ്യോ വാസ്തു തെറ്റിയിരിക്കും. ട്രിക്കിന്ന് പറയും. അയ്യോ ഇവര് മാറ്റണമല്ലോ അളിയാ. ഇത് എന്താ അളിയാ ഇത്? ഇവനെ ടാറ്റും കൊണ്ട് മാറ്റിച്ചാലോ അളിയാ. മുടിയും മാറ്റിയോടെ ഇപ്പൊ. ഇവനെ മൊട്ട അടിപ്പിച്ചാലോ അളിയാ. മൊട്ട എന്താ അളിയാ ഇത്? എന്താ ബ്രോ മൊട്ട അടിക്കാൻ പറ്റാത്തെ? മൊട്ട എന്താ അടിക്കാൻ പറ്റും? അത് പറ്റും. അതെങ്കിലും പറ്റും. കൊമ്പന്റെ സാമാനം വായിലിടൂ. കൊമ്പന്റെ സാമാനം വായിലിടൂ. ഭയങ്കര കേട്ടില്ല. ആരെങ്കിലും ഒക്കെ കേൾക്കുന്നില്ല. ഓക്കെ ആ ബ്രോ പറ.
We will rise again. ഒന്ന് പറഞ്ഞു. We will rise again. I got my champ. I got my champ. I got my champ back. എക്സാക്ട് ഐജിൽ പൂപ്സ് എന്ന് പറയുന്നത് ഐജിൽ ബോബ്സ് ഐജിൽ ബൂപ്സ് Boops. നീ അത് ആരാണെന്ന് അറിയേണ്ട ആവശ്യമില്ല നിന്റെ അടുത്ത് പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. എല്ലാവരും കേട്ടില്ല. അതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം അതൊന്നും ഇല്ല. അതൊക്കെ മോശപ്പെട്ട വാക്കുകളല്ലേ ഇങ്ങനെ സമൂഹം നടന്നിടത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇരിക്കാൻ നമുക്ക് അങ്ങനെയാണ് ഇവിടെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ്. വേറെ സംഭവം ഉണ്ട് കേട്ടോ. ജോർജ് കുട്ടി റൈറ്റ് ഇറങ്ങും അതുകൂടെ അല്ല വേണ്ട ഇവനെ കക്കൂസ് റോയനെ കണ്ടാലേ അറിയ ഒരു മൊണ്ടയാണെന്ന്. ഹലോ ബ്രോ എന്തേലും പോയി അപ്പത്തേക്കും പോയി. എന്താണ് ബുബ്സിട്ടൻ ചോളല്ലേ? അല്ല ഒന്നുമില്ല ബ്രോ ഒന്നുമില്ല. ഞാൻ റൈറ്റ് കുത്തി അടിക്കാനുള്ള ഒരു ഹലോ ടൈം എത്രയായിപ്പോ? ടൈം നോക്കട്ടെ ബ്രോ. നിങ്ങളുടെ സമയം തീരെ തീരെ മോശം ബ്രോ. നീ കറക്റ്റ് ഫ്ലോയിലല്ല. എന്ത് ഉറക്കം വരുന്നോ? ബ്രോ സമയമായില്ലേ ഉറങ്ങാറായോ? അല്ലല്ല മലയെന്ന് ഉറങ്ങണം. എന്നാലും ഉറക്കം കിട്ടും. നല്ല ഉറക്കം കിട്ടണം. ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രോ, ഇപ്പൊ നമ്മള് ആകാശമൊക്കെ നോക്കി മലയെ കിടന്നിട്ട് നല്ല രസം. സത്യം പറയല്ലോ ആകാശം കണ്ട് ഒന്ന് ചന്ദ്രനെ കണ്ടയാ. അയ്യോ എന്തൊക്കെയാ അല്ല ചന്ദ്രനെ കാണുമ്പോ നമുക്ക് ഭയങ്കര പ്രശ്നം. അതാ ഭയങ്കര ഒട്ടന്നെ റെഡി ആയിക്കോളൂ. അതാരായിരുന്നു ബ്രോന്റെ കൂടെ വന്നത്? ഏത് ബ്രോ? ബ്രോ വണ്ടി കയറ്റിക്കൊണ്ടത്? ബ്രോ എനിക്കറിയത്തില്ല. ഞാൻ മാമന്റെ മക്കളെല്ലാം ബ്രോ പിന്നെ കയറ്റിക്കൊണ്ടുപോയാൻ. മാമന്റെ മക്കളെ മാത്രമാണോ ബ്രോ? കേക്കുന്നില്ല. ഇവ എന്തോ വണ്ടിക്കകത്തുള്ളവന്മാരെ പേര് വിളിക്കുന്ന കേട്ടായിരുന്നു. അപ്പൊ നിന്റെ മാമന്റെ മക്കളാ അവര് പേര് വിളിക്കാൻ? അല്ലല്ല അവന്മാര് ഡാഡി ഉണ്ടോ സിറ്റി ഡാഡി ഉണ്ടോ? ആർക്കൊക്കെ? ആർക്ക്? ഈ കൂടെ 3 പേര് വണ്ടി ഒന്നില്ലായിരുന്നോ? അവരാരാണ്? എനിക്ക് അല്ല അപ്പൊ നീ എന്ത് പേര് വിളിച്ചത്? നീ ഒരു പേര് വിളിച്ചായിരുന്നല്ലോ. എന്തായിരുന്നു വിളിച്ചത്? ഞാൻ വിളിച്ചില്ല. നീ വിളിച്ചില്ലേ? അവരവിടെ എന്തോ പറയണായിട്ട്. അല്ല നീ വിളിച്ചില്ലേ? അപ്പം ഞാൻ കേട്ടത് അപ്പൊ ഞാൻ കേട്ടത് വേറെ എന്തായിരിക്കും അല്ലേ? അപ്പം അപ്പൊ ഞാനായിരിക്കത്തില്ല വിളിച്ചു. അവരായിരിക്കും. ശരിയാ എന്നെ പരിചയമില്ലല്ലോ. പിന്നെ ബ്രോയ്ക്ക് അങ്ങനെ എന്റെ ശബ്ദം അറിയാം. ശരിയാ അറിയത്തില്ല. ബ്രോയുടെ പേരെന്താ? എന്റെ പേര് മോബി. എന്താ? മോബി. ബ്രോയ്ക്ക് അറിയാൻ വഴിയില്ല. ബ്രോ അറിയേണ്ട ആവശ്യമില്ല. ബ്രോയുടെ പേരെന്തായിരുന്നു? ബ്രോ എന്റെ പേര് ഊക്കർ. എനിക്ക് തീരെ പരിചയമില്ല. പരിചയമില്ലല്ലേ? കമ്പാക്ക് അടിച്ചുള്ളൂ. ഇവനെ ഭയങ്കരമായിട്ട് ഉറക്കം ഷട്ടും പാന്റെ കൂലി. തെളിയിക്കാൻ വേണ്ടി ഒരാള് പറ ബ്രോ. മോനെ ആ ഷർട്ടും പാന്റും ഒക്കെ ഊരിക്കേ. ബ്രോയുടെ പേരെന്താ? നിന്റെ അടുത്ത് പേര് പറഞ്ഞാലേ നീ കേക്കോളൂ. നീ ഇതൊരു പറയുന്ന ചെയ്താൽ മതി. മനസ്സിലായോ? അത്രക്ക് മോശമാണ് പേര്. അവന്റെ പേര് ഐജൽ ബൂപ്സ്. അല്ലല്ല അവന്റെ ഐജൽ ബൂപ്സ്. വിളിച്ചോ പേര്? അവന്റെ പേര് ബൂപ്സ്.
വിളിച്ചോ പറ ബൂബു പറ ബ്ലൂ ബ്ലൂ അല്ലേ ബൂപ്സ് ഐജിഎൽ ആ, അത് ബൂപ്സ് ഐജിഎൽ ഐജിഎൽ ബൂപ്സ് ഞാൻ അങ്ങനെ തന്നെ വിളിക്കണേ ബൂബു പറ മറ്റേത് അഞ്ചേകാല് കൊമ്പ് ഒന്ന് ഐജിഎൽ ബൂബു പറ മറ്റേത് അഞ്ചേകാല് അടുത്ത പേര് ജോർജ് കുട്ടി ജോർജ് കുട്ടി കേട്ടോ ജോർജ് ജോർജ് കുട്ടിയാ അതാരാ ജോർജ് കുട്ടി ആരാ നോക്കട്ടെ ജോർജ് കുട്ടി ഞാൻ ജോർജ് കുട്ടിയാണ് അല്ലല്ല ഞാൻ ജോർജ് കുട്ടിയാടാ പിന്നെ ബൂപ്സ് അത് വെള്ള 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 വെള്ളയാണോ ബൂബ്സ് ആ വെള്ള ബൂപ്സ് മറ്റേത് അകിട്ട് കണ്ടി ആരാണ് എന്താണെന്ന് ചോദിക്കാതെ നിന്റെ പറയുന്ന വേണ്ട കണ്ണാടിയൊക്കെ ഓവർ അഭിനയിക്കണ്ട ബ്രോ മനസ്സിലായോ ബ്രോ ഞാൻ നാടകമാനും ബാഗിൽ പിണ്ട കച്ചവടം നടക്കാൻ പോയിരുന്നു പിണ്ട കച്ചവടം ബ്രോ കേക്കാവോ ബ്രോ ഹലോ ഹലോ ചിഹ്നം വിളിക്കോ എന്തൊരു പ്രശ്നം പറയണത് തിരി കേട്ടോ അതേ തിരിച്ച് കൗണ്ടർ ഒന്നും അടിക്കാൻ നിൽക്കണ്ട വെള്ളമില്ലേ വെള്ളം തരാം നാണമാനം ഇല്ലാത്തതിനൊരു വെള്ളം കൊടുക്കപ്പെട്ടു ഹലോ ഹലോ ഒരു സെക്കൻഡ് ഒന്ന് വിട്ടുതരാവോ ബ്രോ ഒന്ന് കൂടെ വരാവോ നമ്മുടെ കുക്കർ നോക്കി പൊട്ടിത്തെറിച്ചപ്പോ മരിക്കുക പോയി രണ്ട് വെള്ളമല്ലേ വെറുതെ പോയത് ഫിയറിന്റെ എന്തൊരു കഴപ്പല്ലടാ ഇവർക്കൊക്കെ പറഞ്ഞു ദൂരെ നോക്കുമ്പോ നീ തന്നെ മുടി വരുന്നുണ്ടല്ലേ അത് തന്നെ എടാ അവന് എന്തേലും കഴിക്കാനും കുടിക്കാനും ഹീലും എല്ലാം കൊടുക്കടാ എല്ലാം ദൈവം വിളിച്ചു ദൈവം പറഞ്ഞോ അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു എന്തിനാ ഇപ്പൊ നമ്മൾ എന്ത് വിളിച്ചാ എപ്പോഴും പുറത്തു വെക്കാന്നാ പറയാറ് നമ്മൾ എന്ത് ചോദിച്ചാലും പുറത്തു വെക്കാന്ന് പറഞ്ഞ ബ്രോ അങ്ങനെയല്ലേ അങ്ങനെയല്ല അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണെങ്കിൽ അൺവാണ്ടഡ് സിറ്റുവേഷൻ അൺവാണ്ടഡ് അല്ലെങ്കിൽ ഇവൻ ഒന്നും കൂടി 30 മിനിറ്റ് നിർത്തിത്തരും വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അൺവാണ്ടഡ് നോക്കാം പുറത്തൊരാൾ വരോ ഞാൻ പോയിട്ട് ഒരാൾ അല്ല അമ്മ രണ്ടുപേരും വരാം കുഞ്ഞിക്കുള്ള പരിപാടിയാണോടാ അവിടെ ചെയ്യുമ്പോൾ ഇവിടെ ഇല്ല സംസാരിക്കണ്ടെന്ന് പറഞ്ഞോ അവിടെ നിക്കട്ടെ ചെയ്യല്ലേ എന്തൊക്കെയാണ് പ്രശ്നം നോർമലി ഇങ്ങനെ അല്ലല്ലോ ആവോ നിക്കറിനോട് നമ്മള് നോക്കുമ്പോ അളിയ നമ്മ വിളിക്കുമ്പോ മാത്രം പുറത്തു നോക്കാന്ന് പറയും ഇതെന്താ അളിയത് അവന്മാര് പോയി കരഞ്ഞാണോടാ ഫ്ലോ ഇല്ലേ ഫ്ലോ അതാ ബാക്കിയുള്ള എല്ലാം പുറത്തിരിക്കും അവന്മാര് പോയി എന്തേ പറഞ്ഞു നമ്മളങ്ങനെ കരയായിരിക്കും മനസ്സിലായ അതായിരിക്കും പിറ്റിഷനല്ലേ അതാ എടാ ഓടോ മണ്ടൊക്കെ കേറി ഇരുന്നിട്ടുണ്ടല്ലോ ഒരു KGF ബീച്ച് വിട്ടുകൊടുത്തവന് ഞാൻ ഇട്ട് കൊടുക്കും ബീച്ച് ഒരു കുറവുണ്ട്